സ്നേഹപൂർവ്വം പനക്കിലച്ചൻ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പനക്കിലച്ചൻ ഇന്ന് നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് ആത്മീയതയിൽ ചാലിച്ച ജീവിതാനുഭവങ്ങളിലൂടെ പനക്കിലച്ചൻ ഉത്തരം നൽകുന്നു. തങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ സമാന സ്വഭാവങ്ങളുള്ള ദുഃഖങ്ങളുമായി രണ്ട് വ്യക്തികൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് ഇപ്പോൾ പനക്കിലച്ചനുമായി പങ്കുവയ്ക്കുന്നതാണ്. സഹോദരൻ്റെ പ്രശ്നം എന്താണെന്ന് അച്ഛനോട് ഇപ്പോൾ പങ്കുവയ്ക്കും. എൻ്റെ പേര് തോമസ് കുരുവിള. ഞാൻ തിരുവനന്തപുരത്ത് വിഴിഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്ത് ആളാണ്. എനിക്ക് 73 വയസ്സുണ്ട്. എൻ്റെ മകൻ്റെ പേര് ഐസക് തോമസ്. ഏകദേശം കല്യാണം കഴിഞ്ഞ് 8 വർഷത്തോളമായി. അയാൾ കല്യാണം കഴിച്ചത് ഒരു ഞാൻ ക്രിസ്ത്യാനിയാണ്. എൻ്റെ മകൻ ക്രിസ്തീയ ആചാരപ്രകാരമല്ല, ഉദാശകൾ സ്വീകരിച്ച് അല്ല കല്യാണം കഴിച്ചത്. ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് പോലും അല്ല കല്യാണം കഴിച്ചത്. അത് 8 കൊല്ലത്തോളമായി. വിവാഹത്തിൽ ഞങ്ങളാരും സമ്മതിച്ചതുമില്ല. അത് വീണ്ടും കുദാശകൾ സ്വീകരിച്ച് എൻ്റെ മകനും ഭാര്യയും മരുമകളും എല്ലാവരും ചേർന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ, കണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന് ഞാൻ അച്ഛനിൽ നിന്ന് നല്ലൊരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യത്തിലാണ് ഞാൻ ദുഃഖിതനായിരിക്കുന്നത്. അങ്ങേയറ്റം ദുഃഖിതനാണ്. മകൻ വിവാഹം കഴിച്ചത് ഒരു അക്രൈസ്തവ യുവതിയാണെന്ന് പറഞ്ഞു. ആണ്. മകൻ ക്രിസ്തീയ ആചാരപ്രകാരമാണോ അതോ മരുമകളുടെ ആചാരപ്രകാരമാണോ വിവാഹം കഴിച്ചത്? മരുമകളുടെ ആചാരപ്രകാരമാണ് വിവാഹം കഴിച്ചത്. ഇപ്പോൾ മകനും മരുമകളും ഇപ്പോൾ പള്ളിയിൽ വരുന്നില്ല എന്ന്. ഇല്ല. അച്ഛാ, എന്താണ് നമുക്ക് പറയാനുള്ളത്? മകനും വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷത്തോളമായെന്നാണ് അദ്ദേഹം പറയുന്നത്. മകൻ തൻ്റെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ആണ് വിവാഹിതനായി ആയിരിക്കുന്നത്. മകൻ്റെ വിവാഹത്തിൽ അപ്പനും അമ്മയ്ക്കും പങ്കെടുക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ മകനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന്, അവൻ്റെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചു. 2, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മഹനീയവുമായ ഒരു ദിവസം, ആ ദിവസം അവൻ്റെ മാതാപിതാക്കന്മാർ ദുഃഖിച്ച ദിവസമാക്കി മാറ്റിയിരിക്കുകയാണ്. അതൊന്നും അവൻ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ അവരുടെ കുടുംബജീവിതവുമായി മുന്നോട്ട് നീങ്ങുന്നു. അപ്പനും അമ്മയും ഈ ഒരു അവസ്ഥയിൽ ദുഃഖിച്ചും വേദനിച്ചും കഴിയുന്നു. ഇപ്പോൾ അവരുടെ ആവശ്യം മകനും മരുമകളും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന് ഇവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഇദ്ദേഹത്തിന് മരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. എല്ലാ മാതാപിതാക്കന്മാർക്കും ഉണ്ടാകാറുള്ള ഒരാഗ്രഹമാണ്. പക്ഷേ ഇവിടെ ഇദ്ദേഹം ചിന്തിക്കേണ്ട ഏറ്റവും ഗൗരവമായൊരു കാര്യം, മകൻ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു തെറ്റ് അപ്പൻ വ്യക്തമായിട്ട് കാണണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പല മാതാപിതാക്കന്മാരും ചിന്തിക്കുന്നത്, ഇവള് കാരണം ഇങ്ങനെ സംഭവിച്ചു, അവളാണ് എൻ്റെ മകനെ പിടിച്ചുകൊണ്ട് പോയത്, അവൾ പിടിച്ചുകൊണ്ട് പോയി അവളുടെ വിശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. അങ്ങനെ അവൾ കാരണം ഞങ്ങളുടെ കുടുംബം തകർന്നു, അവൾ കാരണം ഞങ്ങൾ ദുഃഖത്തിലായി. ഈ ചിന്തയാണ് മാതാപിതാക്കന്മാരുടെ മനസ്സിൽ കിടക്കുന്നത്.
അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത് ആ മരുമകളോട് പൂർണ്ണമായി ക്ഷമിക്കുക. അവൾ കാരണമാണ് എന്നുള്ള ആ ചിന്താഗതിയും തലയും ദൂരെ കളയുക. മാതാക്കന്മാർ ശരിയായ രീതിയിൽ ഒരു സംഭവത്തെ വിലയിരുത്താനായിട്ട് തയ്യാറാകുക. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മകൻ തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തെ ഉപേക്ഷിച്ച് അവൻ തൻ്റെ ഭാര്യയുടെ മതാചാരപ്രകാരം തന്നെ വിവാഹം കഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭാര്യയല്ല ശരിക്കും തെറ്റ് ചെയ്തിട്ടുള്ളത്, മകനാണ് സ്വന്തം വിശ്വാസം നമ്മൾ തെറ്റും ശരിയെക്കുറിച്ച് ഇവിടെ പറയണ്ടെന്ന്. അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. അവൻ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അവൻ വെളിയിലായിരിക്കുകയാണ്. അപ്പം ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് വെളിയിലായിരിക്കുന്ന ഈ അവസ്ഥയുടെ ഗൗരവം എന്താണ് എന്ന് ക്രിസ്തീയ വിശ്വാസിയായ മാതാപിതാക്കന്മാർക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കന്മാർ എന്താണ് ചെയ്യേണ്ടത്? ബൈബിളിൽ സമാനമായൊരു സംഭവം നമുക്കൊന്ന് ഓർക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപസ്മാര രോഗിയായ ഒരു കുട്ടിയെയും കൊണ്ട് പിതാവ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ചെല്ലുന്നു. അവർക്ക് ആ കുട്ടിയെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് പിതാവ് ആ കുട്ടിയെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. പിതാവ് വളരെ സങ്കടത്തോടെ യേശുവിനോട് പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാർക്ക് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പിതാവ് അപേക്ഷിക്കുമ്പോൾ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. അപ്പോൾ പിതാവ് പറഞ്ഞു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസക്കുറവ് ക്ഷമിക്കണമേ എന്ന്. തുടർന്ന് യേശു ഈ പിതാവിൻ്റെ വിശ്വാസം കണ്ടിട്ട് മകന് രോഗസൗഖ്യം കൊടുക്കുകയാണ്. അപ്പോൾ ഈ 9-ാം അധ്യായത്തിലെ ഈ സംഭവത്തിലൂടെ ഏതൊരു അപ്പനും വിശ്വാസം ഏറ്റുപറയാൻ കഴിയാത്ത കുഞ്ഞിന് വേണ്ടി പിതാവിന് മുമ്പിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരപ്പന് മകനും ക്രിസ്തുവിനും ഇടയിലുള്ള മധ്യസ്ഥനാകാൻ കഴിയുമെന്ന്. കഴിയും. അപ്പോൾ ഇവിടെ വിശ്വാസം ഏറ്റുപറയാനായിട്ട് കഴിവില്ല എന്നത് മാത്രമല്ല, വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മകന് വേണ്ടി യേശുവിന് മുമ്പിൽ ഹാജരായി അവന് വേണ്ടി, അവൻ്റെ തെറ്റുകൾക്ക് വേണ്ടി യേശുവിനോട് മാപ്പ് ചോദിച്ച് അപ്പനും അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും മർക്കോസ് 9-ൽ ആ കുഞ്ഞിനെ സുഖപ്പെടുത്തിയ യേശു ഇവരുടെ മകനെയും അനുഗ്രഹിക്കും. അവൻ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. എന്താണോ വേണ്ടത് കർത്താവ് ചെയ്തു കൊടുക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മകൻ ഇങ്ങനെയൊക്കെ ചെയ്തത് വഴി അപ്പൻ്റെ ഉള്ളിൽ ഒരു ശക്തമായ ഒരു വേദന ഉണ്ടായിട്ടുണ്ട്, അമ്മയുടെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ട്. ഈ ദുഃഖം നമ്മൾ കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ദുഃഖമാണ്. പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഓരോ മനുഷ്യനു വേണ്ടിയും വേദന സഹിക്കുന്ന ഒരു യേശുവിനെയാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. ഒരു സഹിക്കുന്ന ദൈവം. അതെ, ഇതിൻ്റെ പേരിൽ സഹിക്കുന്ന ദൈവം, മനുഷ്യൻ്റെ പാപങ്ങളോർത്ത് ദുഃഖിക്കുന്ന ദൈവം. അപ്പം അതേ ദുഃഖമാണ് ഇപ്പോൾ ഈ അപ്പനുള്ള ദുഃഖം, അപ്പനും വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പന് തൻ്റെ ദുഃഖത്തെ ക്രിസ്തുവിൻ്റെ വേദനയോട് ചേർത്ത് കാഴ്ചവെക്കാനായിട്ട് കഴിയും. ആ കുരിശിലേക്ക് നോക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരാശ്വാസം പിതാവിന്, ഈ അപ്പന് ലഭിക്കുന്നതാണ്. സ്വന്തം മകൻ്റെ ഈ ദുഃഖത്തിൽ മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന എല്ലാ മക്കൾക്കും വേണ്ടി കൂടി ഈ പിതാവ് ഈശോയുടെ മുമ്പിൽ
മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൃപ ഇവരുടെ കുടുംബത്തിലേക്ക് ഒഴുകും. കാരണം സമാന ദുഃഖമുള്ളവർക്ക് കൂടി വേണ്ടി ഈ സഹോദരൻ പ്രാർത്ഥിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. അതെ. പിന്നെ അടുത്ത കാര്യം പറയുവാനുള്ളത്, ഈ മകനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാതെ അപ്പൻ മകനോട് സംസാരിക്കാൻ തയ്യാറാകുക. അപ്പന് ഒരു നല്ല അവരൊരു നല്ല ഒരു മാനസിക അവസ്ഥ ഉണ്ടാകുമ്പോൾ അപ്പൻ അവനോട് ഹൃദ്യമായ രീതിയിൽ സംസാരിക്കണം. ഇങ്ങനെ സംസാരിക്കുന്നത് നന്നായിരിക്കും. മകനോട് പറയുക, മോനെ, എനിക്കും നിൻ്റെ അമ്മയ്ക്കും കൂടി ധ്യാന മന്ദിരത്തിൽ പോയി ധ്യാനം കൂടണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ പഴയതുപോലുള്ള ആരോഗ്യമൊന്നുമില്ല. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വരണം, ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി നീ ഞങ്ങളോടൊപ്പം ഈ ധ്യാന ദിവസങ്ങളിൽ താമസിച്ച് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്നായിരിക്കും നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? അതുകൊണ്ട് മറ്റൊന്നും ഞങ്ങൾ മാതാപിതാക്കന്മാരെന്ന നിലയിൽ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. ഈ ഒരു കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നീ ഞങ്ങളുടെ കൂടെ വന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ഈ പ്രാർത്ഥനയെല്ലാം, മധ്യസ്ഥ പ്രാർത്ഥനയെല്ലാം നടത്തിയിരിക്കുന്ന സ്ഥിതിക്ക് അവൻ അപ്പനും അമ്മയോടും കൂടി ഒരാഴ്ച ധ്യാനമന്ദിരത്തിൽ വന്ന് ധ്യാനിക്കാനായിട്ട് ഇടയാകും. ദൈവവചനം അവൻ കേൾക്കും. വചനം കേട്ടാലേ പശ്ചാത്താപം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവൻ അനുതാപം ഉണ്ടാകും. അവൻ വിശ്വാസം പരിധിച്ചതിനെ ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കാനിടയാകും. അപ്പം ദൈവത്തിൻ്റെ വരപ്രസാദം അവൻ്റെ മേൽ കവിഞ്ഞൊഴുകും. അങ്ങനെ ദൈവത്തിൻ്റെ വരപ്രസാദം അവൻ്റെ മേൽ കവിഞ്ഞൊഴുകിയാൽ അവൻ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി മാറും. അങ്ങനെ ഉപകരണമായി മാറിക്കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിൻ്റെ ഒരു പ്രേക്ഷിതനും ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനും എന്ന നിലയിൽ തൻ്റെ ഭാര്യയെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ അവന് അതുവഴി സാധ്യമായി തീരും. തന്നെയുമല്ല, അവനും അവൻ്റെ ഭാര്യയും ഒരേ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. ഒട്ടേറെ കാര്യങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാനും കഴിയും. അപ്പോൾ ഇതെല്ലാം അവരുടെ കുടുംബജീവിതത്തിൻ്റെ വിജയത്തിനും ആവശ്യമായ കാര്യമാണ്. അപ്പോൾ ഇതിലാദ്യം ചെയ്യേണ്ട കാര്യം, മരുമകൾ കാരണമാണ് എൻ്റെ മകൻ തെറ്റിപ്പോയത് എന്നുള്ള ആ ആരോപണം മനസ്സിൽ നിന്ന് മാറ്റണം. അത് ആരോപണത്തിന് കഴമ്പില്ല, അത് ഉപേക്ഷിക്കുക. 2, യേശുവിനും മകനും ഇടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് യേശുവിൽ നിന്ന് ആ മധ്യസ്ഥം വഹിക്കുമ്പോൾ അപസ്മാര രോഗിയായ കുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തിയതുപോലെ, അപ്പൻ്റെ വിശ്വാസം കണ്ട് സുഖപ്പെടുത്തിയതുപോലെ ഈ അപ്പനിലൂടെ ഈ മകനിലേക്ക് യേശുവിൻ്റെ സൗഖ്യം ഒഴുകും. സൗഖ്യം, വിശ്വാസം, കൃപ എല്ലാം കടന്നു വരും. 3-മതായി, ഈ അപ്പൻ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം യേശു അനുഭവിക്കുന്ന ദുഃഖത്തിന് സമാനമായതാണ്. അതുകൊണ്ട് ഈ അപ്പൻ്റെ മകൻ സ്വന്തം വിശ്വാസം ഉപേക്ഷിച്ച് പോയതിലുള്ള ദുഃഖം യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു പുതിയ സൗഖ്യം ഈ അപ്പന് കിട്ടും. അടുത്തതായി, ഈ അപ്പൻ മകൻ്റെ മുമ്പിൽ എളിമപ്പെട്ട്, ഞാൻ വൃദ്ധനായി, നീ എന്നെ സഹായിക്കണം, ഒരു ധ്യാനം കൂടാനായി നീ ഞങ്ങളെ കൂടെ വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അവനോട് ആവശ്യപ്പെടുകയും പറയുക. ആ ധ്യാനത്തിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം. നിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് പറയുക. അപ്പോൾ ഈ 4 ഘട്ടങ്ങളിലൂടെ കടന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടാവും. ഈ മകൻ
തിരിച്ചു വരും. തിരിച്ചു വരും. മകൻ തിരിച്ചു വരുമെന്ന് മാത്രമല്ല, അവൻ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ഭാര്യയും തിരിച്ചു വരും. അങ്ങനെ കുടുംബത്തിൽ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം അവരുടെ കുടുംബത്തിലുണ്ടാകും. അച്ഛ, സമാനമായ പ്രശ്നം അനുഭവിക്കുന്ന ഒരു സഹോദരി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ സഹോദരിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ചേച്ചിയുടെ ദുഃഖം എന്താണെന്ന് പനക്കിലച്ഛനോട് പങ്കുവയ്ക്കാം. എൻ്റെ പേര് ആനി, സ്വദേശം കണ്ണൂരാണ്. എനിക്കിപ്പോൾ 57 വയസ്സായി. എൻ്റെ വിവാഹം 28 വർഷം മുമ്പായിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു. 1 മാസം പ്രായമുള്ള കുട്ടിയുമായി ഞാൻ ഏറെ കഷ്ടപ്പെട്ടു. 7-ാം വയസ്സിൽ കൊച്ചും ഞാനുമായി ഡിവൈൻ വന്നു. പഠിപ്പിച്ച് BSc നഴ്സിംഗ് പാസ്സായി. ജോലിയും കിട്ടി. അവൾ അന്യമതത്തിൽപ്പെട്ട സഹോദരനെ വിവാഹം ചെയ്തു. 2 കുട്ടികളുണ്ട്. ജനിച്ച നാൾ മുതൽ മൂത്ത കുട്ടി രാത്രി ഉറങ്ങില്ല. ഇതെന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. മകൾക്കും ഭർത്താവിനും കൂടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ യാതൊരു താല്പര്യവുമില്ല. ഞാൻ പലതവണ നിർബന്ധിച്ചിട്ടും അവൾ വഴങ്ങുന്നില്ല. ആരുമില്ലാത്ത വിഷമം എന്നെ വല്ലാതെ അലട്ടുന്നു. അച്ഛൻ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ആനി എന്ന സഹോദരിയുടെ ദുഃഖം സമാനമായ ദുഃഖമാണ്. എന്താണ് നമുക്ക് ആ സഹോദരിക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം? ഇവിടെ ആനി പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നും കൂടി എടുത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട്, വിവാഹം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും ഭർത്താവ് മരിച്ചു. ഭർത്താവിൽ നിന്നൊരു കുഞ്ഞ് അവൾക്ക് ലഭിച്ചു. ആ കുഞ്ഞിനെ ഭർത്താവ് മരിച്ചതിൻ്റെ ദുഃഖഭാരത്തോടു കൂടി ആ കുഞ്ഞിനെ ആനി വളർത്തിക്കൊണ്ടിരുന്നു. ഭർത്താവ് മരിച്ചുപോയി, പിന്നെ ആകപ്പാടെയുള്ളൊരു കുഞ്ഞാണ്. അതുകൊണ്ട് ഇരട്ടി സ്നേഹത്തോടു കൂടി ഈ കുഞ്ഞിന് അപ്പനും അമ്മയുമായി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യത്തോടു കൂടിയാണ് അമ്മച്ചി ആ കുഞ്ഞിനെ വളർത്തുന്നത്. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന അമ്മച്ചി 7 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. പിന്നീട് ആ കുട്ടി പഠിച്ച് BSc നഴ്സിംഗ് പാസ്സായി. പക്ഷെ ഇവിടെയെല്ലാം കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അപ്പൻ മരിച്ചതുകൊണ്ടും ഈ അമ്മയ്ക്ക് വേറെ ആരുമില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ മകളോടുള്ള അമ്മയുടെ സ്നേഹം വളരെ ശക്തമായ ഒരു പൊസസീവ് ലവാണ്. കാരണം ഇവളാണ് ഇനി അമ്മച്ചിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാനില്ല. ഈ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഈ അമ്മച്ചി തീർച്ചയായിട്ടും ഈ കുട്ടിയിൽ നിന്ന് തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കുക മാത്രമല്ല, ഒരു പൊസഷൻ ഉണ്ടെന്ന്. അതായത് ഈ കുഞ്ഞിനെ അത്രമാത്രം അമ്മച്ചി തന്നോട് ചേർത്ത് പൊസസ് ചെയ്തു വെച്ചിരിക്കുകയാണ്, വേറെ ആർക്കും വിട്ടുകൊടുക്കാനാവാത്ത വിധം. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അമിതമായ പൊസഷനിൽ നിന്ന് അവൾ പുറത്തു ചാടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവളുടെ അബോധ മനസ്സ് ഈ അമ്മയുടെ പൊസഷനിൽ നിന്ന് പുറത്തു ചാടാൻ നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗവും കൂടിയാണ് അവൾ തിരഞ്ഞെടുത്ത ഈ വിവാഹം. ഒരു തരം രക്ഷപ്പെടലാണെന്ന് വീട്ടിൽ നിന്ന്. അതെ, അമ്മയുടെ ഈ പിടിയിൽ നിന്ന് പുറത്തു ചാടാൻ അവൾ ആഗ്രഹിക്കുന്നു. അമ്മേനെ അവൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അമ്മയുടെ പൊസഷൻ അവൾ എത്ര വളർന്നാലും അമ്മ അവളെ കുട്ടിയായി കാണും, ഒരു കുഞ്ഞായിട്ട് മാത്രമേ കാണുകയുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ താഴെ ഈ അമ്മയുടെ പൊസഷൻ്റെ അകത്ത് കഴിയുന്ന ഈ കുട്ടിക്ക് ശരിയായ ഒരു ഫ്രീഡത്തിൻ്റെ വായു ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് അവൾ ഒരു തെറ്റായ ഒരു സ്നേഹബന്ധത്തിൽ ചെന്ന് ചാടി അവളങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് ഇടയായിപ്പോയത്. ഏതായാലും ആ വിവാഹത്തിൽ നിന്ന് 2 കുഞ്ഞുങ്ങളും ഉണ്ടായി. ഇവളൊരിക്കലും അമ്മയുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് അമ്മ പറയുന്നു. അതിൻ്റെ കാരണം ഇവൾ അമ്മയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റായി നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അമ്മയുടെ വിശ്വാസം പോലും അവൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്ന്, തികച്ചും സ്വതന്ത്രം. അതുകൊണ്ട് ആ ഡിസ്റ്റൻസ് അവൾ കീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന സാഹചര്യം മനസ്സിലാക്കിയിട്ട് അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അവളെ യേശുവിന് സമർപ്പിക്കുക. അമ്മച്ചിക്ക് അവളിൽ ചെയ്യേണ്ടതായ വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ മർക്കോസ് 9 അമ്മച്ചിയുടെ മുമ്പിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അതായത് അപസ്മാര രോഗിയായ കുട്ടിക്ക് വേണ്ടി അപ്പൻ യേശുവിന് മുമ്പിൽ ഹാജരായി, എൻ്റെ വിശ്വാസക്കുറവ് ക്ഷമിക്കണമേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് യേശുവിനോട് ഏറ്റുപറയുമ്പോൾ, വിശ്വാസം ഏറ്റുപറയാൻ കഴിയാത്ത കുഞ്ഞിന് വേണ്ടി അപ്പൻ യേശുവിന് മുമ്പിൽ നടത്തിയ അപേക്ഷ യേശു പരിഗണിക്കുകയും ആ കുഞ്ഞിനെ യേശു അനുഗ്രഹിച്ച് സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ ദൈവവിശ്വാസം തന്നെ അകന്നുപോയി വിവാഹം കഴിച്ച് വിശ്വാസ ജീവിതമില്ലാതെ കഴിയുന്ന ഈ മകൾക്ക് വേണ്ടി അമ്മ ഈശോയുടെ മുമ്പിൽ ഹാജരായി അവൾക്ക് വേണ്ടി പശ്ചാത്തപിച്ച് അവളുടെ തെറ്റിന് വേണ്ടി യേശുവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മച്ചി ആഗ്രഹിക്കുന്ന വിശ്വാസത്തിൻ്റെ അനുഗ്രഹം യേശു ആ മകൾക്ക് കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, അമ്മയുടെ അമിതമായ പൊസസീവ് ലവ്. ഒരുപക്ഷെ അമ്മ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവതിയാകണമെന്നില്ല. അതാണ് അവളെ ഇങ്ങനൊരു ബന്ധത്തിലേക്ക് നയിച്ചത് എന്ന തിരിച്ചറിവ് അമ്മച്ചിക്ക് ഉണ്ടാകുകയും എന്തുമാത്രം ഇവളോട് ഇനി അമ്മച്ചി ഇവളുടെ മേൽ സ്വാധീനം ചെലുത്തണം എന്ന കാര്യത്തിന് അമ്മച്ചി തന്നെ ഒരു ബൗണ്ടറി നിശ്ചയിക്കണം. കാരണം അവൾ വിവാഹിതയാണ്, അവളുടെ ഭർത്താവായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് അമ്മച്ചിക്ക് എന്തുമാത്രം അവരുടെ കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും, അതിനൊരു ബൗണ്ടറി എപ്പോഴും കാണണം. ആ ബൗണ്ടറി മനസ്സിലാക്കിക്കൊണ്ട് അമ്മച്ചിയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവളെ ക്രിസ്തുവിന് സമർപ്പിക്കുക എന്നതാണ്. കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി അവളെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയുന്നത്, ഒന്ന്, അമ്മായി ഈ മകളുടെ മേലുള്ള അമിത ആശ്രയം അല്ലെങ്കിൽ ആ ബന്ധം വിടണം എന്നതാണ് അച്ഛൻ്റെ ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ അമ്മ മകൾക്ക് വേണ്ടി യേശുവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കണം. അച്ഛാ, പിന്നെ അമ്മച്ചി അവരുടെ കുട്ടിക്ക് ഉറക്കമില്ല എന്ന ഒരു സങ്കടം പറയുകയുണ്ടായി. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, ആ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മച്ചി ആ കുഞ്ഞിനെ സന്തോഷത്തോടുകൂടി കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് ഉറക്കം കിട്ടും. ഉറക്കം കിട്ടുമെന്ന് മാത്രമല്ല, ഒരു പക്ഷേ അമ്മച്ചി പറഞ്ഞ വാചകം ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, 4 വർഷമായി ആ കുഞ്ഞിന് ഉറക്കമില്ലെന്നാണ്
അമ്മച്ചി പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു. അതെ. അപ്പം 4 വർഷമായി ഉറക്കമില്ലായ്മ കുട്ടിക്കുണ്ടെങ്കിൽ ഈ അമ്മച്ചി ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് സന്തോഷത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഉറക്കം കിട്ടും. ആ ഉറക്കം ആ കുഞ്ഞിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരടയാളമായി മാതാപിതാക്കന്മാർക്ക് മാറും. അത് ക്രിസ്തുവിലേക്ക് മടങ്ങി വരാനുള്ള ദൈവം വെച്ചിരിക്കുന്നൊരു വാതിലായിട്ട് അമ്മച്ചി കാണുക. അച്ഛ സ്വന്തം മക്കളെ വളർത്തി വലുതാക്കി അന്യമതസ്ഥരുടെ കൂടെ അന്യമതസ്ഥരെ ജീവിത പങ്കാളിയെ സ്വീകരിച്ച് ഇതുപോലെ ദുഃഖം അനുഭവിക്കുന്ന അനേകം പേർ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇന്ന് നമ്മുടെ മുമ്പിൽ ദുഃഖം പങ്കുവെച്ച ഈ സഹോദരനും സഹോദരിക്കും സമാനമായ ദുഃഖമുള്ളവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവാനായ കർത്താവേ, ആനിയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ആനിയുടെ ഏകാന്തതയും ദുഃഖവും കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഈശോയുടെ കുരിശിനോട് ചേർത്ത് കാഴ്ചവെക്കുന്നു. മകളുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനോ ഒന്നും കഴിയാത്ത ഈ അമ്മച്ചിയുടെ മാനസിക അവസ്ഥയെ തിരുമുമ്പിൽ പ്രത്യേകം സമർപ്പിക്കുന്നു. ഇതേ വേദന അനുഭവിക്കുന്ന ആയിരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. ഇത്തരം ഭവനങ്ങളിൽ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ ഈശോയെ അവിടുന്ന് ഇടപെടണമേ, അവരെ തൊടണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. സ്നേഹപൂർവ്വം പനക്കലച്ചൻ എന്ന ഈ പരിപാടി ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങൾ അതിനുള്ള സൗകര്യം ഒരുക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.